വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ സൽക്കാരം ഒരുക്കാറുണ്ടല്ലേ? അവർ കൊണ്ടുവന്ന മദ്യം കഴിക്കാൻ കൂട്ടുകാരെ എല്ലാം ക്ഷണിക്കും. അങ്ങനെ കുടിച്ച് ലക്ക് കിട്ടി കഴിയുമ്പോൾ അസഭ്യം പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവരെ സൽക്കരിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. തൃശ്ശൂർ വെങ്ങിണിശ്ശേരിയിലെ ഒരു പ്രവാസിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെങ്ങിണിശ്ശേരി സ്വദേശി രാജു ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ വീട്ടിൽ സൽക്കാരം നടത്തി. അതിനിടെ മദ്യലഹരിയിൽ പ്രശ്നമുണ്ടാവുകയും സുഹൃത്ത് രാജുവിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. കേസിൽ അയൽവാസി ഫ്രിൻഡോയെ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 4-നാണ് രാജു ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോഴൊക്കെ കൂട്ടുകാരെയെല്ലാം സൽക്കരിക്കുക പതിവാണ്. മരത്തിന്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിന്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിനുള്ള ചെറിയ പുരയുണ്ട്. അവിടെയാണ് സുഹൃത്തുക്കൾക്ക് പതിവായി സൽക്കാരമൊരുക്കാറുള്ളത്. ബുധനാഴ്ച രാത്രി നടന്ന സൽക്കാരത്തിന് 5 സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിരുന്നു. അർദ്ധരാത്രിയോളം എല്ലാവരും ചേർന്ന് മദ്യപിച്ചു. 4 പേർ മടങ്ങിയതിന് പിന്നാലെ പുലർച്ചെയോടെ രാജുവും ഫ്രിൻഡോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കം ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. ഫ്രിൻഡോ രാജുവിനെ പട്ടികയെ കൊണ്ട് അടിക്കുകയും കഴുത്തു ഞെരിക്കുകയും ചെയ്തു. രാജു സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. നിലവിളി കേട്ടോടിയെത്തിയവരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ഉടൻ സ്ഥലത്തെത്തിയ പോലീസിന് നേരെ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഇൻസ്പെക്ടർ കെ.എൻ. മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആസൂത്രിതമായ കൊലപാതകമാണോ എന്നും സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.